ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് എൻ്റെ വീട് എവിടെയാണ്. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. എൻ്റെ കല്യാണം കഴിച്ച് വന്നതാണ് കോഴിക്കോട് കേട്ടോ. അപ്പോൾ ഞാൻ പോവാൻ വേഗം റെഡി ആയിപ്പോഴേക്കും തുമ്പമ്മ തുടങ്ങിയത് കരച്ചിലാണ് കേട്ടോ. നല്ല വാശിയായിരുന്നു, പൂവല്ലേ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദർശാട്ടിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അമ്മായച്ചിന് വരുമ്പോൾ കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ സേഫായിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ ബൈക്കുകളൊക്കെ നമുക്കൊന്ന് മാറ്റി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആലയുടെ അവിടേക്കൊക്കെ ബൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ മിസ് ചെയ്യുക എൻ്റെ ചെടികളാണ് ഞാൻ കേട്ടോ. കാരണം ഞാനിപ്പോൾ അവരെന്നെ സ്നേഹിച്ച് ഫുള്ള് നനച്ചേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി വരുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോവാണ്. തുമ്പമ്മ ഇത് തുടങ്ങിയ വാശി ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ. ഭയങ്കര കരച്ചിലാണ്, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. പാവം തോന്നും ചെയ്യും, എനിക്കും ഭയങ്കര വിഷമമായി തുടങ്ങിട്ടോ. അങ്ങനെ നമ്മൾ നേരെ അച്ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് അച്ചാച്ചനെ കണ്ടിട്ട് പോകാൻ പാടുള്ളൂ എന്ന് അച്ചാച്ചൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും വരണേന്ന്. അങ്ങനെ നമ്മൾ അച്ചാച്ചൻ്റെ അടുത്ത് യാത്ര പറയാൻ പോയി. അച്ചാച്ചൻ എന്നത്തെയും പോലെ എനിക്കൊരു 500 രൂപ എടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്താ ചങ്ങ് വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വിശക്കുന്നില്ല, ഫുഡ് വേണ്ട, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആദർശായിട്ട് 2 ഫലൂദ അങ്ങോട്ട് ഓർഡർ ചെയ്തു. സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ആദർശാൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അണ്ണാച്ചിക്കോലാവില്ല ആദർശായിട്ട് ഞങ്ങൾക്ക് തടി വെച്ച് വൃത്തി ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയല്ലേ ഫുഡ് അടി, അപ്പോൾ തടി വയ്ക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ചു പോണ വഴിക്ക് അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ ആകെ ബ്ലോക്കായിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കേണ്ടി വന്നിട്ട് ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. വലിയ വണ്ടി വന്നിട്ട് ഇത് ഇടിക്കുക ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ടോള് ഇത് എന്തിനാ വെച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമ്മുടെ അടുത്ത് പൈസ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമാണ് ആദർശാൻ്റെ മുഖത്ത് കാണാൻ. അപ്പോൾ ഈ ബോഗൺവില്ല ഗൈസ് എന്തൊരു ഭംഗിയെന്നറിയോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ വീട്ടിലേക്കല്ല പോകണേ. അപ്പോൾ ഒന്ന് വൃത്തിയിലാവാൻ വിചാരിച്ചിട്ട് മുഖമൊക്കെ തുടച്ച് ഇതാക്കുമ്പോഴേക്കും ആദർശൻ ഡ്രൈ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ പൗഡർ ക്രീമൊക്കെ കാറിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് തുറന്നു. പിന്നെ അതിന്ന് ആദർശനം കൊണ്ടുവന്ന ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഞങ്ങൾ 2 പേരും കുറച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. വീടെത്തുമ്പോഴേക്കും അമ്മ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇറക്കാണ്ടായിരുന്നു. അതൊക്കെ ഇറക്കി എൻ്റെ പാക്കുട്ടീനെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെഡി ബെയറിനെ റൂമിലൊക്കെ സെറ്റാക്കി. പിന്നെ അമ്മ ഫുഡൊക്കെ വിളമ്പി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. പിറ്റേ ദിവസം ആദർശേട്ടൻ നേരത്തെ പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ബൈ.